നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ടീച്ചർക്കെന്നല്ല, ആർക്ക് പരിക്ക് പറ്റിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് എന്റെ വിരലിന് പരിക്ക് പറ്റിയപ്പോ നീ നോക്കിയില്ലല്ലോ. ഞാൻ ഇപ്പൊ വരാം ടീച്ചറെ. പാചകത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. പെട്ടെന്ന് ചെയ്തു തീർത്താ വേഗാത്തത് തിന്നേണ്ടി വരില്ലേ? നിങ്ങൾക്ക് എത്ര കാലമായിട്ട് പാചകം അറിയാം? ആ, പാചകമൊക്കെ എനിക്ക് കുഞ്ഞിലേ അറിയാം. ഓ, ജനിച്ചു വീണപ്പോഴേ പാചകക്കാരനായിരുന്നോ? അതിപ്പോ എന്നെ പുറത്തെടുത്ത ഡോക്ടറോട് പോയി ചോദിക്കണം. അങ്ങേരാണെങ്കിൽ മരിച്ചും പോയി. ഞാൻ എത്ര കാലമായിട്ട് പാചകം ചെയ്യുന്നറിയോ? ആ, കുറെ കാലമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ പ്രധാനം, അല്ലേ ഏട്ടാ? അതെ അതെ. അയാളെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്തിന്റെ നാവില് വെച്ചാ അതിൽ എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ കൂടുതലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതാണോ ഇപ്പൊ ആന കാര്യം? എനിക്കിത് നാവിൽ വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മണത്ത് നോക്കിയിട്ട് ഞാൻ പറയും. മണത്ത് നോക്കിട്ട് പറയോ? ഇത് വല്ലാത്ത സിദ്ധിയാണല്ലോ. ഇതിനെ ഉപ്പിത്തിരി കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. എന്താ സാറേ ഇത്? അതൊക്കെ കൃത്യ. അയ്യോ, തർക്കിക്കല്ലേ. മണത്ത് നോക്കി കണ്ടുപിടിക്കുന്ന ആളാ. തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇതിന് ഉപ്പ് കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, ഒന്ന് കണ്ടുപിടിച്ചേ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്താ ഈ കാണിച്ചേ? തിളയ്ക്കുന്ന രസമെടുത്ത് ആരെങ്കിലും കയ്യിൽ ഒഴിക്കും? ഇങ്ങോട്ടൊന്നേ. വേദന ഉണ്ടോ? ഞാൻ വെറുതെ തർക്കിച്ചു നിന്ന് ഓരോ കുഴപ്പങ്ങളുണ്ടാക്കി. ഇതാ എന്റെ കുഴപ്പം. അമ്മാവൻ എപ്പോ വന്നു? വർഷങ്ങളായി. ഞങ്ങളിവിടെ പാചകത്തിന്റെ അല്ലെ എന്തെങ്ങനെ നോക്കുന്നേ? ടീച്ചറിന്റെ കൈപൊള്ളി അതാ. ടീച്ചറിന്റെ കൈപൊള്ളിയന് നിനക്ക് എന്തിനാ ഇത്ര സങ്കടം വന്നാ? അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല.
ടീച്ചർക്കെന്നല്ല ആർക്ക് പരിക്ക് പറ്റിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. ഉവ്വടാ. എന്നിട്ട് എന്റെ വിരലിന് പരുക്ക് പറ്റിയപ്പോ നീ നോക്കിയില്ലല്ലോ. ഏ ഞാൻ ഇപ്പൊ വരാം ടീച്ചറെ. ശോ, എന്താ പറ്റിയ മോളെ? രസം എടുത്ത് കയ്യിലൊഴിച്ചപ്പോ ഞാനത് ഓർത്തില്ല, തിളച്ചിരിക്കായിരുന്നു. ശോ, ശ്രദ്ധിക്കണ്ടേ മോളെ? ഏ അല്ല, അവനുണ്ടായിരുന്നോണ്ട് കുഴപ്പമുണ്ടായില്ല. അല്ല, നിന്നെ നോയിക്കോളൂ. രസവേ പൊള്ളൂല്ലേ, അതാ. ആ അതെ, ഇവിടുത്തെ ഭഗവാന്റെ പ്രസാദമാ. ഇതേ സകല രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന് പറയുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.